ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയ മീ ടൈമാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ ഇവിടുന്ന് ലഗേജ് ആളുടെ അടുത്ത് പോയപ്പോൾ UAE പോയപ്പം കൊണ്ടുപോയി ആ സമയത്തെടുത്ത ഒരു വീഡിയോ ആണ്. അന്ന് ലഗേജ് എല്ലാം അൺപാക്ക് ചെയ്തിട്ട് എല്ലാ പ്രോഡക്റ്റും എടുത്ത് വെച്ചിട്ട് ഞാൻ ഫുൾ സെറ്റായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്തൊരു ദിവസമാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ എന്ത് സ്കിൻ കെയർ അത് ഇച്ചിരി ഒരു പൊടി ഇച്ചിരി ഒരു കൂടുതലായിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റ് ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ ടോണർ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ തനിയായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം മിനിമലായിട്ടുള്ള പ്രോഡക്റ്റേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ട് സൺസ്ക്രീൻ ആണ് ഇച്ചിരി അധികമായിട്ട് കൊണ്ടുപോയിട്ടുള്ളതും പിന്നെ എനിക്ക് വേണ്ടുന്ന കുറച്ച് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അടിപൊളി സിറമാണ് കേട്ടോ. ടോണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ സിറം അപ്ലൈ ചെയ്യുന്നത് ഫോക്സിയുടെ ഒരു സിറമാണ്. ഈ സിറം യൂസ് ചെയ്തിട്ടുള്ളൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം അടിപൊളി സിറമാണ്. വിറ്റമിൻ സി അലർജിക്കോ ആക്നിയൊക്കെ വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിത് ഒട്ടും ഓയിലായിട്ട് തോന്നിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ ഫേസിനൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവന്നതായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് കാണുന്നവരാണെങ്കിൽ എനിക്ക് മിക്കവാറും എൻ്റെ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഈ ഒരു സിറം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. കാരണം ആ സിറം ഫോക്സിയുടെ സിറം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിറമാണ്. അത് ഞാൻ രണ്ടാമത് വാങ്ങിക്കുന്നത് വിചാരിച്ചതേ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറം, ഈ ഒരു ലോഷൻ ടൈപ്പുള്ള സിറം എനിക്ക് അടിപൊളിയായിട്ട് സൂട്ടായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ എനിക്ക് അത്യാവശ്യം കുറച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. ലിബാം, ഞാനൊരു ലിബാം SPF ഉള്ള ഒരു ലിബാം യൂസ് ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ അത്യാവശ്യം വെയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ കെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മൾ ടാൻ ആവാതെ ഒരുപാട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആവാതിരിക്കും. അപ്പം വിഷ് കെയറിൻ്റെ ഒരു ലിപ് ടിൻ്റാണ് ലിപ് ബാമാണ് അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഞാനൊരു വിഷ് കെയറിൻ്റെ ഒരു മോയ്സ്ചറൈസർ, നല്ല അടിപൊളി മോയ്സ്ചറൈസർ. പാക്കിങ് സ്ലീക്കായിട്ടൊരു പാക്കിങ് കണ്ടുകാണുമായിരിക്കും. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പ്രോഡക്റ്റൊക്കെയാണ്. അതിൻ്റെ റിവ്യൂ ഒക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ആ പ്രോഡക്റ്റിൻ്റെയൊക്കെ റിവ്യൂ പ്രത്യേകമായിട്ട് ഷോർട്സ് ആയിട്ടിടാം. ഇല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഡക്റ്റ്സ് ഞാൻ വീഡിയോ ആയിട്ടിടാം. എങ്ങനെ ഇടേണ്ടതെന്ന് വെച്ചാൽ അതും ഒന്ന് പറയാം. വിത്തിൻ ഒരു മോയ്സ്ചറൈസറാണ്, അടിപൊളി മോയ്സ്ചറൈസറാണ്. ഹൈഡ്രേഷൻ, ഡ്രൈ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ട്രൈ ചെയ്യുക. അടിപൊളി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ചില പ്രോഡക്റ്റൊന്നും എനിക്ക് മോയ്സ്ചറൈസർ അങ്ങനെ അബ്രോഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് ഒരുപാട് ഓയിലി ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈനെസ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുപോയ പ്രോഡക്റ്റെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാനൊരു സൺസ്ക്രീൻ, ഫേസിന് സൺസ്ക്രീൻ, ഡെർമാക്കോളർ സൺസ്ക്രീനാണ്. അതും ഫസ്റ്റ് ടൈമാണ് ഞാൻ അതും യൂസ് ചെയ്യുന്നത്. എനിക്കും ഇഷ്ടപ്പെട്ടു. അതേപോലെ ആർക്കും ആ സൺസ്ക്രീൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൺസ്ക്രീനും ബോഡി സൺസ്ക്രീനും ലോഷനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാം ഒന്നും എനിക്ക് സ്മെൽ ചില സമയത്ത് ഇഷ്ടപ്പെടത്തില്ല. അപ്പം എൻ്റേതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എം കഫേയുടെ ഞാൻ ഒരു സൺസ്ക്രീൻ ബോഡി ലോഷൻ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 ബോഡി ലോഷൻ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ബോഡി ലോഷൻ തന്നെ എന്താ പറയുക, എൻ്റെ മൈൻഡ് ബ്ലോയിങ് ആയിപ്പോയി. കാരണം അത് SPF 50 കൂടെ ഉള്ളത്. ഞാൻ ആ ബോട്ടിലാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വരുന്നവരെയും ഞാനത് ഫുൾ യൂസ് ചെയ്ത്, അത് അത്യാവശ്യം താഴെ ആയിട്ടുണ്ടായിരുന്നു. ആളും ഞാനും ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല സ്മെല്ലാണ്, അത് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്. SPF 50 നമ്മൾ ഡീടാൻ ചെയ്യുന്നും പറയുന്നുണ്ട് ആ ഒരു ലോഷനിൽ. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകം ഫുൾ ഓൺ ഡീറ്റെയിൽ ഓൺ വീഡിയോ ഞാൻ പ്രത്യേകം പിന്നെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബോഡി പെർഫ്യൂമാണ് യൂസ് ചെയ്തത്. അതും അടിപൊളി ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ പ്രത്യേകം വരെ പറയാം. പിന്നെ ഒരു അണ്ടർ ആം റോൾ ഓൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാര്യം ഇന്ന് പുറത്ത് പോയി ഇനി കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നൈറ്റിലൊക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് അവിടെ നൈറ്റിൽ ഇറങ്ങുന്നതാണ്. ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. വിൻ്ററിൽ നിന്ന് സമ്മറിലോട്ട് പോകുന്ന ആ ഒരു ടൈമായിരുന്നു. നമുക്ക് ഈവനിങ് ആയിരിക്കും മിക്കവാറും പുറത്തിറങ്ങുന്നത്. അപ്പം ഞാൻ വെച്ച് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തേക്കാന്ന്. ഹെയർ വാഷ് ചെയ്ത ഡേ ആയതുകൊണ്ട് ഞാൻ എന്ത് ഹെയർ സെറ്റ് ചെയ്തിട്ട് ബി ബ്ലെൻഡിൻ്റെ ഒരു ഹെയർ സ്പ്രേ, ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് അഗാരോടെ ഈ ഒരു ഒറ്റ ഹെയർ ടൂൾ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രൈറ്റ്നറോ ബ്ലോ ഡ്രയർ അങ്ങനെ പ്രത്യേകം ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ഇതിൽ തന്നെ ബ്ലോ ഡ്രയറും ഹീറ്റിംഗ് കൂളിംഗ് എഫക്റ്റ് എല്ലാം ഇതിനകത്ത് തന്നെ ഉള്ളതുകൊണ്ട് എനിക്കിത് കൊണ്ടുപോകാനും നല്ലൊരു
ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി എനിക്ക്. കാര്യം എനിക്കിത് കൊണ്ടുപോയപ്പം ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മതിയായിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക്. ഞാൻ മിക്കവാറും ഇതുകൊണ്ടാണ് ഞാൻ ഹെയർ ഡ്രൈ ചെയ്യുന്നതും എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതും. ഞാൻ ഒരുപാട് സ്റ്റൈൽ ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ നേരത്തെ ഏതെങ്കിലും ടൈമിലൊക്കെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സമയമുണ്ടെങ്കിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ സെറ്റ് ചെയ്ത് കണ്ടോ, ബ്ലോ ഡ്രൈ മാത്രം ചെയ്ത് 2 സൈഡിലും ബ്ലോ ഡ്രൈ മാത്രം ചെയ്താണിത്. അപ്പം ഹെയർ ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരു നല്ലൊരു സ്മൂത്തിങ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹീറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടെന്ന് ആഗ്രഹം തിൻ ഹെയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഇച്ചിരി ഞാൻ ഹീറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്റ്റൈൽ ചെയ്ത് നമ്മൾ കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മാത്രമല്ല, ഒരുപാട് നമ്മുടെ കൈ പൊള്ളത്തൊന്നുമില്ല. അതേപോലെ കൊച്ചുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സ്ട്രൈറ്റനൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് അറിയത്തില്ല, അത് പെട്ടെന്ന് അവർക്ക് കൈ കയറി പിടിക്കും, അവരുടെ കൈ പൊള്ളുകയും ചെയ്യും. പക്ഷേ ഇതിൽ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. കാരണം നമുക്ക് ഹെയർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് താഴെ വെച്ചാൽ ബ്രഷസിലൊന്നും ഹീറ്റോ അങ്ങനെ ഇടത്തില്ല. അങ്ങനെ പിള്ളേരൊക്കെ ഉള്ളവരാണെങ്കിൽ, ചിൽഡ്രൻസൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. അതാണ്ട് ഇത് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്ത് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തും സെറ്റ് നല്ല ഡ്രൈ ആയി, ഹെയർ നല്ലോണം ഡ്രൈ ആയി നല്ല സ്റ്റൈലായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെ മതി നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പുറത്ത് പോകുമ്പം ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഹെയർ ബ്രഷ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് ഞാൻ അത് സെറ്റായി തന്നെ കിടക്കാനായിട്ട്, ഒരു ഷൈൻ കിട്ടാനായിട്ട് ഞാൻ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, ഇത് തന്നെ നമുക്ക് ധാരാളമായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്യുമ്പം. ഹെയറിനൊരു നല്ല സ്മെല്ലായിരിക്കും, നല്ലൊരു പ്രൊട്ടക്ഷനും തരും, ഒരുപാട് ഹെയർ ഡാമേജും ആവത്തില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു കോമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ റിവ്യൂ ആയിട്ട് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂ നല്ലതായിട്ട് തന്നെ പറയും. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ പ്രത്യേകം പറയണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെ ആണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിനായി അതിനും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, ആ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അപ്പോൾ ബൈ, എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.